ഹലോ, നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നല്ലൊരു വേനൽ മഴക്കാർ കാണാൻ പറ്റും. നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 2 സ്ക്വാഷ് ഉണ്ടാക്കി. കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അവർക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജ്യൂസിന് പകരം നമ്മൾ ഇതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിച്ചോളും. പിന്നെ ഇഫ്താറും കൂടിയല്ലേ, നോയമ്പ് കാലത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴും എടുത്ത് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ 2 സ്ക്വാഷ് ഗ്രേപ്പ് സ്ക്വാഷും ലെമൺ മിൻറ്റ് സ്ക്വാഷാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വ്യൂസ് ഉണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ വീഡിയോസ്. അപ്പോൾ നമുക്ക് പോയിട്ട് സ്ക്വാഷ് കാണാം. നല്ലൊരു രസമുള്ള ഒരു കാഴ്ച ആയതുകൊണ്ട് എനിക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ വീഡിയോ കാണാം. ലെമൺ മിൻറ്റ് സ്ക്വാഷിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ, ഇത്രയും വേണ്ടി വരില്ല, പക്ഷെ 1 ടേബിൾ സ്പൂണോളം ഉപ്പ്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഷുഗർ, പഞ്ചസാര ഈ ഒരു കപ്പിലെ ഇതേ മെഷർമെൻറ്റിൽ ഈ കപ്പിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ 1.5 കപ്സ് ഓഫ് പഞ്ചസാര. ഇതിൽ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം. ഇപ്പോൾ 1.5 കപ്പ് കറക്റ്റായിരിക്കും. പിന്നെ 2 കൈ നിറച്ച് 2 ബഞ്ച് മിൻറ്റ് ലീവ്സ്, ഒരു 5 ലെമൺസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലെമൺസിനെ നമ്മൾ ജ്യൂസ് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഒരു 1/2 കപ്പ് ഓഫ് ലെമൺ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബ്ലെൻഡറിൽ ലെമൺ ജ്യൂസും മിൻറ്റ് ലീവ്സും ഇഞ്ചിയും പിന്നെ ഉപ്പും ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ലൈം ജ്യൂസ്, മിൻറ്റ് ലീവ്സ്, ഇഞ്ചിയും ഉപ്പും ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സോസ് പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് 1.5 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. അപ്പോൾ പഞ്ചസാര വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ല ഇളക്കി കൊടുക്കാം. ഇത് നല്ല മിക്സായി പഞ്ചസാര അളിഞ്ഞ് വരുന്ന വരെ മിക്സ് ചെയ്യാം. നല്ലോണം തിളപ്പിക്കാം. ഇപ്പോൾ പഞ്ചസാര നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ആ ലെമൺ ജ്യൂസ് മിക്സ്ചർ ആഡ് ചെയ്യാം. സ്റ്റവ് സിമ്മിൽ തന്നെ ഇരിക്കട്ടെ. നമുക്കൊരു 10 മിനിറ്റ്സ് ഇങ്ങനെ സിമ്മിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നല്ലോണം ഇതിനെ തിളപ്പിക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് മതി. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് ആയി. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി സിറപ്പിൻ്റെ ഒരു സിറപ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്, കുറച്ച് തിക്കായിട്ട്. കാണുന്നുണ്ടോ? ഒരു സിറപ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. 10 മിനിറ്റ്സ് ആയി ലോ ഫ്ലെയിമിൽ. നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വെക്കാം. അപ്പം നമ്മുടെ ലെമൺ മിൻറ്റ് സ്ക്വാഷ് റെഡിയായി. ഇത് നമ്മളൊരു ബോട്ടിലിൽ ഇങ്ങനെ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 2 വീക്സോളം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഗ്രേപ്പ് സ്ക്വാഷ് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1/2 കിലോ ഗ്രേപ്സ്, ഒരു 500 ഗ്രാംസിനാണ്. സീഡ്ലെസ് നല്ല ബ്ലാക്ക് അല്ലെങ്കിൽ വയലറ്റ് കളർ
സൈസിലുള്ള ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള ഗ്രേപ്സ് ആണ്. പിന്നെ 1 കപ്പ് പഞ്ചസാര, പിന്നെ കുറച്ച് ഒരു 5-6 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. കുറേ പേർക്ക് ഇതും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഇത് വേണ്ടെങ്കിൽ ചേർക്കണ്ട. നല്ല ഫ്ലേവർ കിട്ടും ചേർത്താൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് സിമ്പിളാണ്. ഇതൊക്കെയാണ് നമുക്ക് ഗ്രേപ്പ് സ്ക്വാഷിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു നല്ല വൈഡായിട്ടിരിക്കുന്ന ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. അതിലേക്ക് നമ്മൾ ഗ്രേപ്സ് ആഡ് ചെയ്തിട്ട് ഷുഗർ, പിന്നെ ഏലക്കായ, ഇതെല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്ത് സ്റ്റൗ സിമ്മിലാക്കണം. ഇതെല്ലാം നല്ല മിക്സ് ആക്കി കൊടുക്കാം. സ്റ്റൗ സിമ്മിൽ തന്നെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ നല്ല അലിഞ്ഞ് മിക്സായി കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് നല്ലോണം ഗ്രേപ്സ് നല്ലോണം വെന്തിട്ടുണ്ട്. അത് നമ്മൾ കളർ ഇത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്, തൊലിയൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. കണ്ട നല്ല ഒരു പേർപ്പിൾ കളറിൽ നല്ല ഒരു സിറപ്പ് ഫോം ആയിട്ടുണ്ട്. ഞാനിതിൽ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ആ പഞ്ചസാര ഉരുകിയിട്ട് അതിലെ വെന്ത് ഉള്ള സിറപ്പാണ്. ഗ്രേപ്സ് നല്ല വെന്തിട്ടുണ്ട്, കണ്ടാൽ അറിയാം. കളർ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്, പിന്നെ ആ തൊലിയൊക്കെ നല്ല ചുടുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ലൈം ജ്യൂസ് പറയാൻ മറന്നുപോയി. ഇത് ആക്ച്വലി ഓപ്ഷണലാണ്. ഇതും കാടമും ഏലക്കായും നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. ജസ്റ്റ് നമ്മൾ പ്ലെയിൻ പഞ്ചസാരയും ഗ്രേപ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും, നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പം ഞാനിതിൽ ഒരു ഹാഫ് ലൈമിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ലൈം ജ്യൂസ് ആഡ് ചെയ്യണമെങ്കിൽ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിപ്പോൾ തണുപ്പിച്ചിട്ട് ഇത് നല്ലോണം ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഒരു നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടും, നല്ലൊരു തിക്കായിട്ട് വരും. നമുക്ക് ആദ്യം ഇത് തണുപ്പിക്കാം. ഇപ്പോൾ ഗ്രേപ്പ് സിറപ്പ് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലെൻഡറിലിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തപ്പോൾ നല്ല ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ ഗ്രേപ്പ് സ്ക്വാഷ് റെഡിയായി. ഇതൊരു ജാറിൽ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 വീക്സോളം നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ലൈം സ്ക്വാഷും ഗ്രേപ്പ് സ്ക്വാഷും റെഡിയായി. ഇതുപോലെ നമ്മൾ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ 2 വീക്സോളം ഉപയോഗിക്കാം. സെർവ് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമുക്ക് കോൾഡായിട്ട് നമുക്ക് കുടിക്കാം. ലൈം സ്ക്വാഷിൽ നമുക്ക് സോഡ ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.